ഹലോ ഇറ്റ്സ് മീ അനിത നിബു വെൽക്കം ടു AN വ്ളോഗ്സ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ജെനുവിനായിട്ട് ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. എനിക്ക് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 10 months-ആയി. അപ്പോൾ വന്ന മാറ്റങ്ങൾ, എൻ്റെ സ്കിന്നിന് വന്ന മാറ്റങ്ങൾ, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, മീൻസ് പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞ ആ ഒരു മന്ത് മുതൽ ഡെലിവറി കഴിഞ്ഞിട്ടും ഒരു ഫ്യൂ മന്ത്സ് വരെയും എനിക്ക് നല്ല രീതിയിൽ കറുപ്പുണ്ടായിരുന്നു. മുഖത്തും കഴുത്തിൽ, അതുപോലെ കാലിൽ ഒക്കെ നല്ല കറുത്ത പാടുകൾ. ഈ സ്കിന്ന് കറുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ കറുക്കുന്ന ആ ഭാഗത്ത് നല്ല കട്ടിപ്പായിട്ട് വരുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടാലും, ഏത് കളർ ഡ്രസ്സ് ഇട്ടാലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴുത്തിലൊരു മാല, കഴുത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഈ മുഖവും കഴുത്തും നമ്മൾ നല്ല സ്കിൻ ടോണിന് നല്ല വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കഴുത്തിൽ എന്തെങ്കിലും ഒരു ഓർണമെൻറ്റ്സ് ഇടുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നു, ഏതെങ്കിലും ഒരു കളറിലെ ഡ്രസ്സ് ഇടുന്നു, ഇതെന്ത് നമ്മൾ ചെയ്താലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ എൻ്റെ കഴുത്തിൻ്റെ ഈ ഒരു കറുപ്പായിരിക്കും. കറുപ്പ് മാത്രമല്ല, അതിനൊപ്പം തന്നെ ഈ സ്കിന്ന് നല്ലോണം കട്ടിപ്പായിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും ഇത് കാണുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ പറഞ്ഞു DIYs ഒക്കെ ചെയ്യാനായിട്ട്. അതല്ലാതെ ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ ഈ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കാണും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താലായിരിക്കും എൻ്റെ ഇതൊന്ന് മാറിക്കിട്ടുക, അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ, ഈവൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ സ്കിൻ കെയറിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ എന്തൊക്കെ DIY ചെയ്തിട്ടും എനിക്കൊരു ഫലവും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പറയാൻ വേണ്ടി ഈ മൂക്കിൻ്റെ മുകളിൽ ആയിട്ട് ഒരു കറുപ്പ് വരയുണ്ട്. അതിപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഒരു റിങ് പോലെ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട്. ഇതെനിക്ക് എൻ്റെ ഒരു ടീനേജ് മുതൽ ഉള്ളതാണ്. അപ്പോൾ അത് പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് വന്നതല്ല, ടീനേജ് മുതൽ എനിക്കുള്ളതാണ് ആ ഒരു ബ്ലാക്ക് മാർക്ക്. അതെനിക്കിപ്പോഴും ഉണ്ട്, അതിനൊരു മാറ്റമില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്കിന്നും ഒട്ടും ശ്രദ്ധിക്കാതെ, ഒന്നും എൻ്റെ സ്കിന്നിൽ ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത്, ഒന്നും എൻ്റെ മുഖത്ത് ഞാൻ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ കറുപ്പങ്ങ് വന്ന് കൂടും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈറ്റനായിരിക്കും, കംപ്ലീറ്റായിട്ട് ഒരിക്കലും പോവില്ല, ലൈറ്റനാവും. അപ്പോൾ ഒട്ടും ഞാനത് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ലൈൻ ഇങ്ങനെ നല്ലോണം എടുത്ത് അറിയുന്ന രീതിയിലായിരിക്കും നിൽക്കുക. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 7-8 months ആയിട്ടുണ്ടാവും. ആ സമയത്താണ് ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ഈ ഒരു ബ്ലാക്ക് മാർക്കൊക്കെ മാറ്റണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടീനേജിൽ മുതലുള്ളതാണ് ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഈ വര. അപ്പോൾ അത് ഇനി ഞാൻ വെച്ചോണ്ട് നടന്നാൽ ശരിയാവില്ല, അതും മാറ്റണം. എൻ്റെ സ്കിന്നിനും ഫേസിലുള്ള കറുത്ത പാടുകൾ എനിക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റായിട്ട് മാറ്റണം എന്നല്ല, അത് ഒന്ന് ലൈറ്റൻ ചെയ്യണം, ഒരു ഈവൻ സ്കിൻ ടോൺ എനിക്ക് ആക്കിയെടുക്കണം എന്നുള്ളത് മൈൻഡിലിങ്ങനെ വന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്തായിരിക്കും നമുക്ക് DIY ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും, പക്ഷേ സ്ലോ പ്രോസസ്സായിരിക്കും. നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് യൂസ് ചെയ്തിട്ട്, പക്ഷേ എനിക്കതിനൊക്കെ ടൈം എടുക്കും, നല്ലോണം സമയം എടുത്തിട്ട് തന്നെയാണ്. എനിക്കെന്നല്ല, എല്ലാവർക്കും നമ്മൾ DIY ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈം ടേക്കും. പക്ഷേ ടൈം എടുത്താലും ആ മാറ്റം എപ്പോഴും പെർമനൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കും. പക്ഷേ എനിക്കതിനുള്ള ക്ഷമയില്ലായിരുന്നു, കാരണം ഓൾറെഡി 1 year ഈ വൃത്തികേട് വെച്ച് ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും എനിക്ക് മാറ്റണം എന്ന് മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സേഫായിട്ട് അഫോർഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ക്രീമിൻ്റെ പേര് പറഞ്ഞു തന്നു. അപ്പോൾ ആ ക്രീമിനെ പറ്റി ഞാനിങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കി. എനിക്ക് ആരെന്ത് പറഞ്ഞാൽ ഞാനത് സെർച്ച് ചെയ്യും. ഞാൻ ആ ക്രീമിനെ പറ്റി യൂട്യൂബിൽ നോക്കി, ഗൂഗിൾ ചെയ്ത് നോക്കി, പിന്നെ ഞാൻ ആ സൈറ്റുകളിലൊക്കെ കയറി നോക്കി. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈറ്റിലൊക്കെ, ഇപ്പോൾ ഞാൻ കണ്ട വീഡിയോയിലൊന്നും ഇതിൻ്റെ ഒരു ആ ക്രീമിൻ്റെ റേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ കയറിയിട്ട് ആ ക്രീമിൻ്റെ റേറ്റ് നോക്കി. അപ്പോൾ അത്യാവശ്യം കൂടുതലാണ്. എനിക്ക് അങ്ങനെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സിനൊക്കെ വേണ്ടി അധികം കാശ് ചിലവാക്കുക എന്നുള്ളത് എനിക്കത്ര താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആ ഒരു ക്രീമിന് നല്ല റേറ്റ്, പക്ഷേ അതിന് നല്ല റിവ്യൂ ആണ്. ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും, ഈവൻ ആ വെബ്സൈറ്റിലൊക്കെ, ഇപ്പം ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തവരുടെ റിവ്യൂസ് ആണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ റേറ്റ് മാത്രം, ഈവൻ അത് വെർത്താണെങ്കിൽ കൂടി
അത്രയും ക്യാഷ് അതിന് വേണ്ടി ചിലവാക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ക്രീം സെർച്ച് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനൊരു സജഷനായിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിലൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ സിമിലർ പ്രൊഡക്റ്റ് വരുമല്ലോ, അങ്ങനെ ആ കൂട്ടത്തിൽ വന്നൊരു പ്രൊഡക്റ്റാണ് കൊസി കെയർ എന്ന് പറയുന്ന ക്രീം. അപ്പോൾ കൊസി കെയർ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ റിവ്യൂ ഈ വെബ്സൈറ്റിൽ തന്നെ ആമസോണിലാണ് കയറി ഇങ്ങനെ നോക്കി എങ്ങനെയാണ് ആളുകൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതെന്ന് നോക്കി. അപ്പോൾ എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് കുറിച്ച് പറയുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വന്ന മാറ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നുണ്ട്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അഫോർഡബിളും ആണ്, റിവ്യൂ വൈസ് നോക്കിയപ്പോഴും നല്ലതാണ്, നമുക്ക് വായിച്ച് നോക്കിയപ്പോൾ റിവ്യൂ വൈസും ഓക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇപ്പോൾ റിവ്യൂ ഓക്കെയാണ്, നമുക്ക് അഫോർഡബിളാണ്, എന്നാലും കംപ്ലീറ്റായിട്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് മാറും എന്നുള്ള വിശ്വാസത്തിലൊന്നുമല്ല ഞാനിത് പർച്ചേസ് ചെയ്തത്. എന്തെങ്കിലും ആവട്ടെ, ട്രയൽ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാണ് ഞാനിത് വാങ്ങിക്കുന്നത്. ഇതുപോലെ തന്നെ യൂട്യൂബിലും കയറി കൊസി കെയർ ക്രീമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നോക്കി. അപ്പോൾ ആളുകൾ എല്ലാവരും വളരെ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ക്രീം വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്ന്. അത് ഇതുപോലെ ഒരു ട്യൂബിലാണ് വരുന്നത്. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ 300 സംതിങ് ആയിരുന്നു. ഇതുപോലത്തെ 3 ട്യൂബാണ് 300 സംതിങ്ങിന് കിട്ടുന്നത്. അത്യാവശ്യം നമുക്ക് ഇതുണ്ട് യൂസ് ചെയ്യാനായിട്ട്. ഒരു ട്യൂബിൽ തന്നെ അത്യാവശ്യം നമുക്കൊരു 1 മന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാടെടുത്ത് അങ്ങനെ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡോട്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിത് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഒരു പാക്കറ്റിൽ വാങ്ങിച്ചപ്പോഴത്തേക്ക് 3 ട്യൂബാണ് കിട്ടിയത്. നമ്മളത് സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്യൂബ് 1 മന്ത് അല്ലെങ്കിൽ ഒരു 20 ഡേയ്സൊക്കെ എന്തായാലും ഒരു ട്യൂബ് നിൽക്കും. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 2 നേരമാണ്. അതായത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തേക്കുമായിരുന്നു. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മുഖമൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് ഈ ക്രീം ഇട്ടിട്ടാണ് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ ദിവസത്തിൽ 2 നേരമാണ് ഞാൻ മുഖത്തും കഴുത്തിലും ആണ് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീനിൻ്റെ എഫക്റ്റ് ഇതിനുണ്ട്. അതായത് ഒരു സൺസ്ക്രീൻ തരുന്നൊരു പ്രൊട്ടക്ഷൻ നമുക്ക് തരും, അതുപോലെ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ. അതായത് അത്ര നമ്മൾ ഒരു ഓയിലി ടൈപ്പ് മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് നമുക്ക് കിട്ടില്ല ഇതിൽ നിന്ന്. പക്ഷേ ഒരു മോയ്സ്ചറൈസർ തന്നെയാണിത്, മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണിത് കൊസി കെയറിൻ്റെ. അതുപോലെ ഒരു സൺസ്ക്രീൻ ആക്ഷനും ഇതിനുണ്ട്. അപ്പോൾ ഇത് 2 നേരം ഞാനിങ്ങനെ യൂസ് ചെയ്യുമായിരുന്നു. ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റം വന്നു. മെയിനായിട്ട് മാറ്റം വന്നത് ഈ ഒരു റിങ്ങായിട്ട് എൻ്റെ മൂക്കിൻ്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്നത് അത് ലൈറ്റനായി. അതുപോലെ കണ്ണിൻ്റെ ഇടയിലുണ്ടായിരുന്ന കറുപ്പ്, കഴുത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന കറുപ്പൊക്കെ ലൈറ്റനായി. ഇപ്പോഴും എല്ലാം കംപ്ലീറ്റായിട്ട് പോയിന്ന് ഞാൻ പറയില്ല. ഒരിക്കലും അങ്ങനെ എല്ലാ കറുത്ത പാടും എന്തെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ DIY ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ട് പെട്ടെന്ന് തന്നെ മാറില്ല. അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇങ്ങനെയുള്ള ക്രീം യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാം അത്. പിന്നെ ചില ക്രീമുകൾക്ക് ഒരു ഇതുള്ളത്, നമ്മളത് യൂസ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഫെയർ ആയിട്ടിരിക്കും. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതൊന്ന് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു നമ്മുടെ പഴയ ആ ഒരു സ്കിന്നിലേക്ക് തന്നെ പോകും. അപ്പം ഞാൻ ഈ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു കാര്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മന്ത് ഞാനത് അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരു 4 ദിവസം ഞാനത് ഉപയോഗിച്ചേ ഇല്ല. എന്തെങ്കിലും ഇതിൽ നിന്ന് വന്ന മാറ്റം പെർമനൻ്റ് ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇത് മാറുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ ഞാൻ നോക്കിയിട്ട് നല്ല മാറ്റമുണ്ട്. അത് ഉപയോഗിക്കാതിരുന്നുകൊണ്ട് പഴയ പോലെ തന്നെ എൻ്റെ സ്കിന്ന് അങ്ങനെ ആയിട്ടൊന്നുമില്ല. വന്ന മാറ്റം പെർമനൻ്റായിട്ട് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് വരെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 ദിവസം അത് യൂസ് ചെയ്യാതിരുന്നാലും ആ വന്ന ചേഞ്ചിന് മാറ്റമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു അഫോർഡബിളായിട്ടുള്ള ഓപ്ഷനാണ്. മാറ്റം വരുന്നതാണെങ്കിലും കുറച്ച് സ്പീഡിലായിട്ട് മാറ്റവും വരുന്നുണ്ട്, നമ്മുടെ സ്കിന്നിന് മാറ്റങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ അഫോർഡബിളും ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് ഇതെടുത്തത്. ഇത് യൂസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ കറുത്ത പാടുകളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
പിന്നെ ആണെങ്കിൽ എനിക്ക് ഈ ക്രീം യൂസ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പിമ്പിൾസ് വരുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ സ്കിൻ പൊളിയുന്നത് പോലെ വരുന്നോ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല ഈ ക്രീം യൂസ് ചെയ്തിട്ട്. പക്ഷേ ഈ അലർജി ഉള്ള ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കയ്യിൻ്റെ എവിടെയെങ്കിലും ഒന്ന് നോക്കിയിട്ട് സ്കിന്നിന് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു എന്ന് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് അത് അപ്ലൈ ചെയ്ത് നോക്കരുത്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആദ്യം എനിക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാലും എൻ്റെ കയ്യിൻ്റെ ആ കൈപ്പത്തിയിൽ എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലത്ത് ഒരു പാച്ച് ടെസ്റ്റ് ഞാൻ ഒരു ക്രീമിൻ്റെ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ പിന്നെ ലോങ് ടേമിലേക്ക് അത് പ്രിഫർ ചെയ്യുള്ളൂ. അത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മളൊരു ജസ്റ്റ് ഇപ്പം നമുക്കൊന്ന് പുറത്തോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഈ ഒരു ക്രീം ഇട്ടിട്ട് പിന്നെ നമ്മളൊരു കോമ്പാക്ട് പൗഡറോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണ ഒരു പൗഡറോ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. നമ്മൾ മുഖത്ത് അത്യാവശ്യം ഒന്ന് ഫെയർ ആയിട്ടിരിക്കും. ഈ ഫെയർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെളുത്ത് പാറുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഈവൻ സ്കിൻ ടോൺ നമുക്കവിടെ കിട്ടും. പിന്നെ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ നമ്മൾ ഏത് കളറിലാണോ നമ്മളിപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ ഒരു 1-2 ലെവൽ വരെ ആ ഒരു കളർ സ്കിൻ ടോൺ, ആ ഒരു ബ്ലാക്ക് കളർ വൈറ്റ് കളർ അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ടോൺ ഉണ്ടല്ലോ സ്കിന്നിന്, അതൊന്ന് എൻഹാൻസ് ചെയ്യും. ഒരു 2 ലെവൽ. ഇപ്പം നമ്മൾ ഒരു ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു 2 ലെവൽ കൂടുതലായിട്ടത് എൻഹാൻസ് ചെയ്ത് വരും. അത് ഉറപ്പാണ്. കാരണം നമ്മുടെ സ്കിന്ന് ഈവൺ ആവും. നമ്മുടെ സ്കിന്നിനൊരു ഈവൺ ടോൺ കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ ഒരു മുഖം ഓക്കെ ആയിട്ട് ഇരിക്കും. അല്ലാതെ ഇവിടെ ഒരു കളറ് പിന്നെ കഴുത്തിനൊരു കളറ് മുഖത്തിനൊരു കളറ് അങ്ങനെ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്കതൊരു അഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം എന്നെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടെല്ലാം പോയി എന്നല്ല പറയുന്നത്. കഴുത്തിലാണെങ്കിലും മുഖത്താണെങ്കിലും ഉള്ള പാടുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് ഞാൻ പറയില്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുന്നു, ലൈറ്റനായിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. പിന്നെ ഞാൻ ഈ ക്രീം മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം DIY ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു റിസൾട്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നത്. DIYയും ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ ഈ ക്രീം യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഈ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ എത്ര പഴക്കമുള്ള, ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ ടീനേജ് ടൈം മുതൽ എനിക്കുള്ളതാണ്. ഇപ്പം എനിക്ക് 28 വയസ്സുണ്ട്. അപ്പോൾ ആ ടീനേജ് മുതൽ ഈ ഒരു ടൈം വരെ എനിക്ക് ഉള്ളതാണ് ഈ ബ്ലാക്ക് മാർക്ക്. അപ്പോൾ നമുക്ക് എത്ര കാലം കൊണ്ടുള്ള ബ്ലാക്ക് മാർക്ക് ആണെങ്കിൽ കൂടി ഇത് യൂസ് ചെയ്യുമ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഈ കറുത്ത പാടുകൾ പെട്ടെന്ന് ഒരു ദിവസം കംപ്ലീറ്റ്ലി ഒരിക്കലും വാനിഷായി പോയില്ല. പക്ഷേ ഇത് ലൈറ്റനായി വരുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ഈവൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണെങ്കിൽ കൂടി അതുണ്ട്. എന്നിട്ട് നമ്മളത് എല്ലാം കൺസീലിംഗ് ഒക്കെ ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചു, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്കത് മാറ്റണം എന്നുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടൊരു തോന്നൽ വന്നത്. അങ്ങനെ ഒരു അൺഈവണായിട്ടിരിക്കുന്ന പോലെ നമ്മുടെ മുഖത്ത് വേറൊരു ഭാഗത്തും ഇല്ലാതെ അവിടെ മാത്രം അങ്ങനെ വരുമ്പോൾ ഒരു വൃത്തികേട് പോലെ എനിക്കതന്നെ സ്വയം തോന്നുമായിരുന്നു. അപ്പോൾ അത് മാറ്റണം എന്ന് എനിക്കിപ്പോഴാണ് തോന്നിയത്. എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ മൊത്തത്തിൽ അങ്ങ് കറുത്തു മുഖവും ഒക്കെ. മീൻസ് ആ ടോൺ കറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ മോശം എന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ടെസ്കി സ്കിൻ ടോൺ ഉള്ള ആളാണ്. എൻ്റെ ആ ഒരു സ്കിൻ ടോണിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഈവൺ ആയിരിക്കില്ല സ്കിൻ ടോൺ. അതൊരു വൃത്തികേട് പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്യാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുകയും ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആരും വിചാരിക്കേണ്ട ഇതൊക്കെ എനിക്ക് ഒരുപാട് കാലം കൊണ്ടുള്ളതാണ്, ഇതൊന്നും തേച്ചതുകൊണ്ട് പോകാൻ പോകുന്നില്ല, വെറുതെ എന്തിനാ പൈസ കളയുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡിലൊന്നും ചെയ്യാതിരിക്കേണ്ട. ഇതൊക്കെ ചെയ്ത് നമുക്ക് ബെറ്ററാക്കി എടുക്കാൻ പറ്റും. വെറുതെ എന്തിനാണ് നമ്മൾ അങ്ങനെ കൊണ്ട് നടക്കുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യുക. പിന്നെയും അതങ്ങനെ തന്നെ വരികയാണെങ്കിൽ വന്നോട്ടെ. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നോക്കണം. കാരണം നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ അത് കൂട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്.
ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കറുത്ത പാടിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ആ ഒരു പീരീഡിൽ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല, അതുമാതിരി തന്നെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻസ്ഡ് ആവണ്ട. ആ ഒരു 9 മന്ത്സ് അല്ലെങ്കിൽ 10 മന്ത്സ് നമ്മൾ കംപ്ലീറ്റ്ലി അതിനെക്കുറിച്ച് മാത്രം ഓർത്ത് എൻജോയ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്കിന്നും ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ബെറ്റർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി ആളുകളുണ്ട് ഈ കറുത്ത പാടിന് അത് ഫേസ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും എൻ്റെ ഫാമിലിയിൽ തന്നെയാണെങ്കിലും എനിക്ക് ഒത്തിരി പേരറിയാം ഈ ഒരു കറുത്ത പാട് കൊണ്ട് ഈ PCOD, PCOS, അതുപോലെ നമുക്ക് പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും പ്രഗ്നൻസി, അതായത് ആഫ്റ്റർ പ്രഗ്നൻസി, അതുപോലെ ഡ്യൂറിങ് പ്രഗ്നൻസി ഒക്കെ ഇതൊന്നും അല്ലാതെ തന്നെ കറുത്ത പാട് വരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ PCOD, PCOS ഒക്കെ ഉള്ളവർ അവർ ടാബ് എടുക്കണം. കാരണം അവർക്ക് ഹോർമോൺ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് അത് ചെയ്യണമെന്നാൽ മാത്രമേ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർക്ക് വരുള്ളൂ. ഇത് അഡീഷണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും നമുക്കില്ലല്ലോ. അപ്പോൾ ഇതും അതിനൊക്കെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്തത് കൊണ്ട് മാത്രം അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ മാറില്ല, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്